പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളിൽ അവസാനത്തേതാണ് നെഹമ്യാവ്. ഇതിൽ പ്രവാസികളുടെ യെരുശലേമിലേക്കുള്ള മൂന്നാം തിരിച്ചുവരവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. യെരുശലേമിൻ്റെ മതിലുകൾ പുനർനിർമ്മിച്ചതും വിശ്വാസത്തിൽ നവീകരിക്കപ്പെട്ടതും ഇതിലെ കേന്ദ്ര പ്രമേയങ്ങളാണ്. നെഹമ്യ പ്രവചനം 9:17 പറയുന്നു, അനുസരിപ്പാൻ അവർക്ക് മനസ്സില്ലാതിരുന്നു. നീ അവരിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുശാഠ്യം കാണിച്ച് തങ്ങളുടെ അടിമപ്പാടിലേക്ക് മടങ്ങിപ്പോകത്തക്കവണ്ണം തങ്ങളുടെ മത്സരത്തിൽ ഒരു തലവനെ നിയമിച്ചു. നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയുമുള്ള ദൈവമാകയാൽ അവരെ വിട്ടുകളഞ്ഞില്ല. പ്രവചനഭാഗത്ത് കൊടുത്തിരിക്കുന്ന അനുതാപ പ്രാർത്ഥനയിൽ ഇസ്രായേലിൻ്റെ ആദ്യ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം സ്പർശിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയും ഇസ്രായേലിൻ്റെ അവിശ്വസ്തതയുമാണ് ഇവിടെ പ്രധാന വിഷയം. ദൈവത്തിൻ്റെ അതിരറ്റ ദീർഘക്ഷമയും കരുണയും വേദഭാഗത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നു. ഇതിലെ പ്രാർത്ഥനകൾക്ക് ആവർത്തന പുസ്തകവുമായി വളരെ സാമ്യമുണ്ട്. ദീർഘക്ഷമയും കരുണയും ജനത്തോട് കാണിച്ച ദൈവത്തിൻ്റെ കൃപാകടാക്ഷത്താൽ എസ്രായുടെയും നെഹമ്യാവിൻ്റെയും നേതൃത്വത്തിൽ യെരുശലേമിൻ്റെ തകർന്നു കിടന്ന മതിലുകൾ പുനർനിർമ്മിച്ചതും വിശ്വാസത്തിൽ ജനം നവീകരിക്കപ്പെട്ടതും പോലെ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ജനത്തിൻ്റെ രക്ഷയ്ക്കായി മഹാകാരുണ്യവാനായ ദൈവം ദീർഘക്ഷമയോടെ തൻ്റെ പുത്രനെ മാനവജാതിയുടെ രക്ഷയ്ക്കായി അയച്ചത് അവനിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിലൂടെ സാത്താനാകുന്ന ശത്രു കടക്കാത്തവണ്ണം നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന തകർന്നു കിടക്കുന്ന മതിലുകൾ പണിയുവാനും ക്രിസ്തു എന്ന ഏകരക്ഷകൻ നമ്മുടെ ഉള്ളിൽ ജനിച്ച് വിശ്വാസത്തിൽ ഹൃദയം നവീകരിക്കപ്പെടുവാനുമാണ്. ദൈവവുമായുള്ള ബന്ധം പുതുക്കുന്നതിലൂടെ തകർന്നു കിടക്കുന്ന ദൈനംദിന ആരാധനയുടെ ബലിപീഠങ്ങളും പണിയപ്പെടും. അതിലേക്ക് ഈ വചനഭാഗം വെളിച്ചം വീശട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.